ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ 2024 7ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലിയിലെ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണുക. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് 7ാം ക്ലാസ്സിലെ എല്ലാതും പുതിയ ന്യൂ സിലബസ് അനുസരിച്ച് അപ്ലോഡ് ചെയ്ത എല്ലാതും കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. പ്രവർത്തനം 1, കാർഷികോത്സവങ്ങളും നാട്ടുത്സവങ്ങളും ജനമൈത്രി നിലനിർത്താൻ സഹായിക്കുന്നതാണ്. കുമ്മാട്ടി എന്ന പാഠഭാഗത്തിലെ സന്ദർഭങ്ങൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ കുമ്മാട്ടി എന്ന പാഠഭാഗം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഉത്തരം എഴുതാം? പ്രാദേശിക കലാരൂപമായ കുമ്മാട്ടി ആദ്യകാലത്ത് മനകളിലും തറവാടുകളിലും നായന്മാർ അവതരിപ്പിച്ചിരുന്നതാണെങ്കിലും ഇന്ന് ജാതിമത ഭേദമില്ലാതെ എല്ലാവരും പങ്കെടുക്കുന്ന കൂട്ടായ്മയുടെ ഉത്സവമാണ്. ഓണം, പുലിക്കളി തുടങ്ങിയവയെല്ലാം നാനാജാതി മതസ്ഥരും പങ്കെടുക്കുന്ന ആഘോഷങ്ങളാണ്. ജനങ്ങൾക്കിടയിൽ ഐക്യവും സാഹോദര്യവും വിളിച്ചോതുന്ന ഇത്തരം നാട്ടുത്സവങ്ങൾ എല്ലാ അതിർവരമ്പുകളും ഇല്ലാതാക്കുകയും നാം എല്ലാം ഒന്നാണ് എന്ന ബോധം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ജനമൈത്രി നേടാൻ എന്താണ് കാരണം? ഇന്ന് ജാതിമതമില്ലാതെ എല്ലാവരും ആഘോഷിക്കുന്ന ഒന്നാണ് നാട്ടുത്സവങ്ങളും കാർഷികോത്സവങ്ങളും എന്ന് പറയുന്നത്. നമുക്കറിയാം, ഓണം എന്ന് പറയുന്നത് തന്നെ നമ്മൾ കേരളീയരുടെ ഉത്സവമാണ് അല്ലേ. അല്ലാതെ ഒരു ജാതിയുടെ ഉത്സവമായിട്ടല്ല നമ്മൾ പറയാറ്. കേരളീയരുടെ ഉത്സവമാണ്. അവിടെ എല്ലാ ജനങ്ങളും ഒന്നാണ് എന്നുള്ള ബോധമാണ് നമുക്ക് അതിലൂടെ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി പ്രവർത്തനം 2 നോക്കൂ. ഉണ്ണിക്കതിരോന്റെ പൊന്നുകപ്പാടേറ്റു വിണ്ണിൽ വിളിപ്പാടും ചോന്നിതല്ലോ. ഈ വരികളുടെ ആശയം വിശദീകരിക്കാനാണ് പറയുന്നത്. പ്രഭാത സൂര്യൻ കടന്നു വരുമ്പോൾ കിഴക്കേ ചക്രവാളം ചുവക്കുന്നു. പ്രഭാതത്തിന്റെ കടന്നുവരവ് മറ്റൊരു തരത്തിലാണ് കടത്തനാട് മാധവിയമ്മ അവതരിപ്പിക്കുന്നത്. പുണ്യക്കതിർ കൊണ്ടുള്ള കലപ്പയുടെ പാട ആകാശമാകുന്ന പാടം ചുവന്നിരിക്കുന്നു എന്നാണ് കവി വർണ്ണിക്കുന്നത്. പ്രഭാത സൂര്യനെ കൃഷിക്കാരനായി സൂര്യരശ്മികളെ മുഖത്തിന്റെ പാടയായും ആകാശത്തെ കൃഷിസ്ഥലമായുമാണ് കവി മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഉണ്ണിക്കതിരോന്റെ പൊന്നുപ്പാടേറ്റു എന്ന് പറയുന്നത് എന്താണ്? അവിടെ പ്രഭാത സൂര്യനെയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കൃഷിക്കാരനായ സൂര്യരശ്മികളെ മുഖത്തിന്റെ പാടയായിട്ടുമാണ് അദ്ദേഹം വർണ്ണിക്കുന്നത്. ഇനി പ്രവർത്തനം 3 നോക്കൂ. ഹരിത ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കൃഷിഭവൻ നടത്തുന്ന കാർഷിക മേഖലയിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് ഒരു അവസരം ലഭിച്ചു. കർഷകരുമായി അഭിമുഖം നടത്താൻ ആവശ്യമായ ചോദ്യങ്ങൾ തയ്യാറാക്കാനാണ് പറയുന്നത്. എന്തൊക്കെ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും കർഷകരോട്? താങ്കളുടെ പ്രധാന കൃഷികൾ എന്തെല്ലാം? ഏതൊക്കെ വിളകളാണ്? 2, കൃഷിക്കായുള്ള മുന്നൊരുക്കങ്ങൾ എന്തെല്ലാമാണ്? എങ്ങനെയാണ് മണ്ണ് ഒരുക്കുന്നത്? വിളവെടുപ്പും വിള സംസ്കാരവും എങ്ങനെയാണ് ചെയ്യുന്നത്? ജലസേചനത്തിന് എന്ത് രീതിയാണ് ഉപയോഗിക്കുന്നത്? കൃഷിക്കായുള്ള സർക്കാർ പദ്ധതികളുടെ പ്രയോജനം നിങ്ങൾക്ക് ലഭിക്കാറുണ്ടോ? വിളകൾ എവിടെയാണ് വില നിശ്ചയിക്കുന്നത്? നിൽക്കുന്നതല്ല, വില നിശ്ചയിക്കുന്നത് ആരാണ്? കാർഷിക മേഖല നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? രാസവളമാണോ ജൈവവളമാണോ നിങ്ങൾ കൂടുതലായി ഉപയോഗിക്കാറുള്ളത്? പുതുതലമുറയ്ക്ക് എന്ത് സന്ദേശമാണ് കൊടുക്കാനുള്ളത്? നിങ്ങൾ എത്ര വർഷമായി കൃഷി ചെയ്യുന്നു? കൃഷി ലാഭകരമാണോ? അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അയാളോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ചിലപ്പം ഇത് ഏതെങ്കിലും കർഷകന്റെ പേര് തന്നിട്ട് അവരുമായിട്ടുള്ള അഭിമുഖം നടത്തുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും തയ്യാറെടുക്കുന്നത് എന്ന രീതിയിൽ ചോദിക്കുക. അല്ലെങ്കിൽ ചോദ്യാവലി തയ്യാറാക്കാൻ പറഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ടും ചോദിക്കാം. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഇതിനു വേണ്ടി തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യനുകൾ നമ്മൾ നോക്കി. അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.